ഇവൻ വെൻഡിംഗ് മെഷീനിൽ നിന്നും വെള്ളം വാങ്ങിയെങ്കിലും കൂടെ ഒരു കവർ കിട്ടി. കാമുകിയെ വേണമെങ്കിൽ ഇടത്തോട്ട് 150 അടി നടക്കുക എന്നെഴുതിയ കവർ അവൻ തമാശയെന്ന് കരുതി അവിടെ ഇട്ടുപോയി. പക്ഷെ ഇത്രയും കാലം ബോറടിച്ചിരുന്ന അവൻ തിരികെ വന്ന് അതെടുത്ത് 150 അടി മുന്നോട്ട് നടന്നു. അവിടെ കണ്ട അടുത്ത മെഷീനിലെ കവറിൽ പെൺകുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. നിന്റെ ഗ്രൂപ്പ് എ അല്ലെങ്കിൽ ബി ആണെങ്കിൽ വീണ്ടും 150 അടി നടക്കുക എന്ന് കണ്ടതും അവൻ പുഞ്ചിരിയോടെ മുന്നോട്ട് നടന്ന് മൂന്നാമത്തെ മെഷീനിലെത്തി. വിർഗോ രാശിക്കാരിയായ ആ പെൺകുട്ടിക്ക് താനുമായി 99% പൊരുത്തമുള്ള ടോറസ് രാശിക്കാരനായ ആളെയാണ് വേണ്ടതെന്ന് മനസ്സിലായപ്പോൾ അവന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. അടുത്ത സ്ഥലത്തേക്ക് ഓടിയെത്തിയ അവൻ അവിടെ കണ്ട ലളിതമായ മരമേശപ്പുറത്തിരുന്ന കവർ തുറന്നപ്പോൾ അതിലൊരു സുന്ദരിയുടെ പടവും ഫോൺ നമ്പറും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇടത്തോട്ട് 100 അടി കൂടെ നടക്കുക എന്ന കുറിപ്പുമുണ്ടായിരുന്നു. പുഞ്ചിരിയോടെ അങ്ങോട്ട് നടന്ന അവൻ നിലത്തൊരു പൂക്കൾ കൊണ്ടുള്ള ഹൃദയചിഹ്നം കണ്ട് അതിന് നടുവിൽ നിന്ന് അവളെ വിളിച്ചപ്പോൾ എന്നെക്കുറിച്ച് എന്തു തോന്നുന്നു എന്ന് അവൾ ചോദിച്ചു. എനിക്ക് നിന്റെ മുഖം മാത്രമല്ല പേരും ശബ്ദവും വളരെ ഇഷ്ടപ്പെട്ടു എന്ന് നാണത്തോടെ മറുപടി നൽകിയപ്പോൾ അവിടെ തന്നെ നിൽക്ക്, ഞാൻ വരാം എന്ന് പറഞ്ഞ് അവൾ ഫോൺ വെച്ചു. അവൻ അവളെയും തെരഞ്ഞു നിൽക്കുമ്പോൾ വായുവിൽ ഒരു കടലാസ് കഷ്ണം പറന്നുവന്നു. അത് പിടിക്കാൻ അവൻ താഴേക്ക് കുനിഞ്ഞ ആ നിമിഷം മുകളിൽ നിന്ന് ഭയങ്കരമായൊരു ശബ്ദത്തോടെ എന്തോ വീണു. തിരിഞ്ഞു നോക്കി അവൻ ഞെട്ടിപ്പോയി. ആ പെൺകുട്ടി ആകാശത്തുനിന്ന് വീണു കിടക്കുകയായിരുന്നു. താഴേക്ക് കുനിഞ്ഞില്ലായിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെടുമായിരുന്നില്ല. ഭയന്നുപോയ അവൻ അവിടെ നിന്ന് ഓട്ടി രക്ഷപ്പെട്ടു.